Hi friends, welcome back to my channel. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഭീഷ്മ റിലീസ് ആയപ്പോൾ ആ സമയത്ത് ചാനലുകളിലൊക്കെ ആ ഫിലിമിൻ്റെ പ്രൊമോയ്ക്ക് വേണ്ടി താരങ്ങളൊക്കെ വന്ന് ഓരോ ഇൻ്റർവ്യൂ പല ചാനലുകളിലും ഓരോ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമുണ്ട്. നിങ്ങളെല്ലാം കുറച്ച് പേരെങ്കിലും അത് ശ്രദ്ധിച്ച് കാണും. ഷൈൻ ടോം ചാക്കോ ആ ഇൻ്റർവ്യൂ ചെയ്യുന്നവരോട് മറുപടിയൊക്കെ പറയുന്ന ഒരു രീതി കണ്ടറിയാം. ഇങ്ങനെ തല ഇറങ്ങി കിടക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കിടക്കുക, ഒരുമാതിരി മയക്കുമരുന്ന് അടിച്ചതാണെന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു രീതിയാണ്. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ചാനലിലാണേലും ആ സമയത്തെങ്കിലും ഒരു നോർമലായിട്ട് വന്നൂടെ. 2-3 വർഷം മുന്നേ മയക്കുമരുന്നിനെ പിടിച്ച അന്നേരം ഈ ഭാവമൊന്നുമല്ല, ഇങ്ങനെ അഹങ്കാരം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന മുഖഭാവമൊന്നും ആയിരുന്നില്ല. അയ്യോ എന്നും പറഞ്ഞ് രക്ഷിക്കണേ എന്ന് പറഞ്ഞുള്ള ഭാവത്തിൽ നമ്മളന്ന് കണ്ടതാണ്. ഫ്ലാറ്റിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ എവിടെയോ നിന്നൊക്കെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സീൻ കണ്ട. പിന്നെ പിടിപാടൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് പോരുമല്ലോ, അതങ്ങനെയാണല്ലോ സിനിമാ ലോകം. പക്ഷേ ഇപ്പോൾ ഒരു ചാനലിലൊക്കെ വന്നിരുന്നിട്ടുള്ള ഒരു അഹംഭാവം, ഈ സിനിമാ താരങ്ങളെയൊക്കെ ഇവരൊക്കെ ഇവരുടെ എല്ലാം മനസ്സിൽ ഇവരൊക്കെ ആരോ ആണ്, ഇവരങ്ങ് വലിയ താരങ്ങൾ എന്ന് പറയുന്ന പോലെ ആകാശത്താണ് അങ്ങ് നിൽക്കുന്നത് എന്നങ്ങോട്ട് വന്നിട്ട് അങ്ങ് തലക്കനം കൂടിയിട്ട് ചോദ്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഒരു മറുപടിയും ആ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം കൂടെയൊക്കെ കണ്ടാണ്ടല്ലോ. ഇന്ന് തന്നെ ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് സത്യത്തിൽ ഞാൻ ആലോചിച്ച, പിന്നെയും പോട്ടെ അത് അവരുടെ കാര്യം എന്നുള്ള ഒരു വിചാരത്തിൽ അത് വിട്ടതാണ്. അത് കഴിഞ്ഞ് ഈ അടുത്ത് കൗമുദിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിലും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ ഈ മയക്കുമരുന്നൊക്കെ അടിച്ചിട്ട് അതിൽ നിന്നൊന്ന് നോർമലാകാനുള്ള സമയം ഈ ചാനലുകാർ ഇവർക്ക് കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. കാരണം നോർമലായിട്ട് അതിലോട്ട് വന്ന് ഇൻ്റർവ്യൂ കൊടുക്കാനുള്ള സമയം ഇവർ കൊടുക്കുന്നില്ല. ഒരു ചാനലിൽ നടത്തിയാലും അങ്ങനെ പോകുന്നതുകൊണ്ട് ഇവർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് മയക്കുമരുന്ന് അടിക്കണം. അപ്പം സമയം കൊടുക്കുന്നില്ല. ചാനലുകാരുടെ കുറ്റമാണ് ഇത് മുഴുവൻ. ഇത്രയും അഹങ്കാരം പിടിച്ച ഇവരെയൊക്കെ പിടിച്ച് എന്ത് കാര്യത്തിനും കൊണ്ട് ചാനലിലൊക്കെ പ്രതിഷ്ഠിക്കുന്ന ഷൈൻ ടോം ചാക്കോയുടെ ആ അഹങ്കാരമൊക്കെ കണ്ടിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് ഷൈൻ ടോം ചാക്കോ വലിയ സംഭാവന എന്തോ കൊടുത്തിട്ടുണ്ട്. ഇയാൾ എന്ത് കിഴങ്ങാണ് ഈ മലയാള സിനിമയ്ക്ക് തന്നിട്ടുള്ളത്? എത്രയോ നല്ല ആക്ടർമാരുണ്ടായിരുന്ന മലയാള സിനിമയിൽ ഇതുപോലെ വന്നിരുന്ന് മലയാള സിനിമയും മലയാളികളെ അവമാനിക്കുന്ന പോലത്തെ മറുപടിയും പറഞ്ഞ് ഇൻ്റർവ്യൂവിലിരിക്കുന്നു. അതൊന്ന് കണ്ടിട്ടില്ലാത്തവരെ ഞാൻ ആ സീൻ ഇടാം. എന്താണേലും ഒന്ന് കണ്ടു നോക്കണം. എന്താണ് ഓരോരുത്തർക്കും ഓരോ നോർമൽ അല്ലേ. മൈക്കിൾ ജാക്സന്റെ നോർമൽ അല്ലല്ലോ തന്റെ നോർമല്. ആ നോർമൽ അല്ലല്ലോ ഗാന്ധിജിയുടെ നോർമല്. ഇവരെല്ലാവരും ഒരേപോലെ ഇരുന്ന് എന്തായിരിക്കും രസം? കഥാപാത്രത്തിന്റെ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പ്രക്രിയ എന്ന് പറഞ്ഞാൽ, വെയിലിലെ കഥാപാത്രം എത്രത്തോളം ഇൻവോൾവ്ഡ് ആയിട്ട് ആയത്തിൽ ഇറങ്ങി ചെല്ലുന്നുണ്ട് ഷൈനിയത്തിന്റെ ജീവിതത്തിലേക്ക്, ആ കഥാപാത്രത്തിന്റെ ജീവിതത്തിലേക്ക്. അതൊരു നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ. നമുക്ക് ശരിയല്ലെന്ന് തോന്നുമെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കത് ചെയ്യേണ്ടി വരും. ശരിയല്ല എന്ന് തോന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ശരിയെന്ന് തോന്നലുണ്ടാവില്ല, നമ്മൾ ചെയ്യണം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവും. നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. നിർബന്ധിക്കപ്പെടുന്ന, അതായത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇഷ്കിലെ പോലെ യാതൊരു സാമ്യമില്ല. പക്ഷെ ഇഷ്കിന്റെ ലൊക്കേഷനിൽ വന്നിട്ട് ശരത്ത് ഈ കഥ പറഞ്ഞില്ല. നമ്മൾ 2-3 ഇന്റർവ്യൂ കഴിയുമ്പോൾ കുറച്ച് പിന്നെ നമ്മള് ഇത് ഈ നമ്മൾ വെയിൽ എന്ന് പറഞ്ഞ സീരിയസ് ആയിട്ട് സമീപിക്കേണ്ട ഒരു ചിത്രമാണ്. കുറച്ച് സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് ഇമോഷണൽ ആയുള്ള സിറ്റുവേഷൻ ഉണ്ട്. അത് സഹോദരങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലും ആളെ തല്ലി കേസ് എന്തെങ്കിലും ചോദിക്കണ്ട? ആളെ ഞാൻ തല്ലിയതല്ല എന്ന് മനസ്സിലായ? അതിൽ വല്ല ഉറപ്പുണ്ടോ? മിനിമം ഞാൻ കൊല്ലുള്ളൂ. എന്തെങ്കിലും ചോദിക്കണ്ട? ഇനി കൊല്ലും എന്ന് പറയരുതിട്ടാ. ഞാൻ ഈ കാലം വെച്ച ആളെ തല്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മിനിമം പോവും. തല്ലിന്ന് തോന്നുന്നുണ്ടോ? അയാൾ എന്നെ തല്ലിന്ന് തോന്നുന്നുണ്ടോ? ഇല്ലേ, അതും തോന്നുന്നില്ലേ? ഓക്കെ, ശരി. ഇവരുടെയൊക്കെ ഭാവം കണ്ട ഇവരെയൊക്കെ വെച്ചാണ് മലയാള സിനിമ ജീവിക്കുന്നതും. അതുപോലെ തന്നെ മുന്നേ ഇരിക്കുന്നവർക്ക് യാതൊരു വിലയും കൊടുക്കാതെ ഭയങ്കര പുച്ഛം.
ഇത് മറ്റുള്ളവർ കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധമില്ല. ആ ബോധമില്ലെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നോർമലായ ഒരു വ്യക്തിക്ക് എന്താണേലും ആ ബോധമൊക്കെ ഉണ്ടാവും. ചാനലിലാണ് വന്നിരിക്കുന്നത്, ഇത് എല്ലാവരും കാണും, ഇതൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് പിന്നെ അത് ചിന്തിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മയക്കുമരുന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നില്ല. 2-3 വർഷം മുന്നേ, 2-3 വർഷമാണെന്നോ 3-4 വർഷം മുന്നേ ഒരു പ്രസക്ത നടൻ്റെ ഒരു മകൻ ഒരു പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള പ്രശ്നമുണ്ടായി. കാരവാനിൽ കയറിയിരിക്കുമായിരുന്നല്ലോ. അപ്പം പ്രൊഡ്യൂസർമാർ പോയി ഒന്ന് അഭിനയിക്കാനൊന്ന് വരണമെന്ന് കെഞ്ചി പറയുമ്പം കാണാൻ പോലും സമ്മതിക്കില്ല. കാരവാൻ്റെ ചുറ്റും വേറെ ഇയാളുടെ ഫ്രണ്ട്സ് നിൽക്കുക, ഒന്ന് കാണാൻ പോലും സമ്മതിക്കില്ല. അവസാനം ഈ പറയുന്ന നടൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് നടനുമായിട്ട് സംസാരിച്ച് ഒന്ന് കാരവാൻ്റെ വെളിയിൽ ഇറക്കി കഴിഞ്ഞാൽ പറയുന്നത് എന്താ വെച്ചാൽ മൂടില്ല, പ്രകൃതി ഒത്തില്ലെന്നാണ്. ഈ പ്രകൃതിയൊക്കെ എന്താണെന്നറിയാം, മയക്കുമരുന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് ഒത്തിട്ടില്ല, ആയിട്ടില്ല. അഭിനയം വരണമെങ്കിൽ മയക്കുമരുന്ന് വേണം. ഇതാണ് ഇപ്പോഴത്തെ മലയാള സിനിമയിൽ നടക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ വല്ല ഇഷ്യൂ ഉണ്ടാകുമ്പോഴേ നമ്മൾ അറിയാറുള്ളൂ. പക്ഷേ ഇവിടെ ഷൈൻ ടോം ചാക്കോ കാണിച്ചത് അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മളുടെ മുന്നിലാണ് ഇത്രയും വലിയ അഹങ്കാരം എല്ലാം കാണിച്ചേ. ഇയാളില്ല, മലയാള സിനിമ ഇല്ല എന്നുള്ള ഒരു രീതിക്കാണ് ഇപ്പം കാട്ടിക്കൂട്ടിയതല്ല. തികച്ച അഹങ്കാരമാണ്. അതിനെതിരെ ഇപ്പം സാധാരണക്കാരായ നമുക്കും പ്രതികരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളുടെയൊക്കെ പൈസ കൊടുത്തിട്ട് തന്നെയാണല്ലോ ഇവർ ഈ സിനിമ നമ്മളൊക്കെ പോയി കണ്ടിട്ട് തന്നെയാണല്ലോ ഈ പേരൊക്കെ, ഈ ഷൈൻ ടോം ചാക്കോ എന്നൊക്കെയുള്ള പേരൊക്കെ ഇവർക്ക് കിട്ടിയത്. ഒരു 5-6 സിനിമയിൽ അഭിനയിച്ചിട്ട് ഇയാൾ വന്ന് കാണിക്കുന്ന ഒരു ഷോ, ഇയാളൊരു പുല്ലും മലയാള സിനിമയിലായിട്ടില്ല. അപ്പോൾ സീനൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഈ സീനൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ പ്രതികരിക്കണമെന്ന് കുറച്ച് നാളായിട്ട് തോന്നിയിട്ട് ചെയ്ത ഒരു വീഡിയോ ആണിത്. ഇത് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണമെന്നില്ല. ചിലർക്കൊക്കെ കടുത്ത ആരാധന കാണും ഷൈൻ ടോം ചാക്കോയോട്. അവർ ക്ഷമിച്ചേക്ക് കേട്ടോ. എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.